നമസ്കാരം. ഭാരതം എന്ന പുണ്യഭൂമി ഇന്ന് ലോകത്തിനു മുന്നിൽ തല ഉയർത്തി നിൽക്കുന്നത് സാമ്പത്തിക ശക്തിയായി മാത്രമല്ല, ആർക്കും ഒന്ന് തൊടാൻ പോലും ഭയം തോന്നുന്ന വണ്ണം കരുത്തുറ്റ ഒരു സൈനിക പ്രതിരോധ മഹാശക്തിയായി കൂടിയാണ്. ദശാബ്ദങ്ങളായി അതിർത്തികളിൽ ശത്രുക്കളുടെ നിരന്തരമായ വെല്ലുവിളികളും ഉള്ളിൽ വിഘടനവാദികളുടെയും രാജ്യദ്രോഹികളുടെയും കുതന്ത്രങ്ങളും നേരിടുന്ന ഒരു പഴയ കാലമുണ്ടായിരുന്നു നമുക്ക്. അയൽ രാജ്യങ്ങൾ അതിർത്തികൾ കടന്നു വന്ന് നമ്മുടെ സൈനികരുടെ തലയർത്തപ്പോൾ പോലും അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ പരാതിയുമായി കൈകെട്ടി കരഞ്ഞു നിന്ന ഒരു ദുർബല ഭരണകൂടത്തിന്റെ ഭൂതകാലം ഇന്ന് ഭാരതീയർക്ക് ഓർക്കാൻ പോലും താല്പര്യമില്ലാത്ത ഒന്നാണ്. എന്നാൽ ഇന്ന് ശത്രു രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ഭീതിയിലേക്ക് ഭാരതം മാറിയിട്ടുണ്ട് എങ്കിൽ അതിനു പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ. രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ ശക്തമായ രാഷ്ട്രീയ ഇച്ഛാശക്തിയും വിട്ടുവീഴ്ചയില്ലാത്ത ദേശീയ സുരക്ഷാ നയങ്ങളുമാണ് ഇതിന് കാരണം. ഇന്ന് ഒഡീഷയുടെ പുണ്യഭൂമിയിൽ നിന്ന് ഉയരുന്ന വാർത്തകൾ വെറും ഒരു സാധാരണ മിസൈൽ പരീക്ഷണത്തിന്റെ കഥയല്ല പറയുന്നത്. അത് അടിമത്തത്തിന്റെ കറുത്ത ദിനങ്ങളെ ദൂരെ എറിഞ്ഞ് ആത്മനിർഭർ ഭാരതം എന്ന മഹത്തായ ലക്ഷ്യത്തെ ലോകത്തോട് നയിക്കാൻ പോകുന്ന വികസിത ഭാരതത്തിന്റെ സിംഹഗർജനമാണ് പറയുന്നത്. ഒഡീഷ തീരത്ത് രാജ്യം സ്വന്തം നിലയിൽ വികസിപ്പിച്ചെടുത്ത ഏറ്റവും പുതിയ അതിദൂര ബാലിസ്റ്റിക് മിസൈലായ അഗ്നി-6 പരീക്ഷിക്കാൻ പോകുന്നു എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടത് ഈ മഹാപരീക്ഷണത്തിനായി പരീക്ഷണ മേഖലയിൽ ഒരുക്കിയിരിക്കുന്ന സുരക്ഷ തന്നെയാണ്. ഒഡീഷയിലെ പാവപ്പെട്ട ജനങ്ങളോടും അവരുടെ ജീവനോടും കേന്ദ്ര സർക്കാർ കാണിച്ച സമാനതകളില്ലാത്ത കരുതൽ കൂടിയാണിത്. പരീക്ഷണത്തിന് മുന്നോടിയായി മേഖലയിലെ 11,000-ത്തിലധികം സാധാരണക്കാരായ ജനങ്ങളെയാണ് സർക്കാർ അതീവ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചത്. ഭാരതത്തിന്റെ സംസ്കാരം ജീവനുള്ള എല്ലാത്തിനെയും ഈശ്വരനായി കാണുന്ന സനാതനധർമ്മത്തിന്റെ മൂല്യങ്ങളിൽ അധിഷ്ഠിതമാണ്. സനാതനധർമ്മത്തിന്റെ മൂല്യങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന മോദി സർക്കാർ പരീക്ഷണ മേഖലയിലുള്ള പാവപ്പെട്ട കർഷകരുടെ കന്നുകാലികളെ പോലും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കന്നുകാലികൾ വെറുമൊരു മൃഗമല്ല, ഗ്രാമീണരുടെ ഉപജീവന മാർഗമാണെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ ഈ BJP സർക്കാരിന് മാത്രമേ സാധിക്കൂ. ജനങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുക, അവർക്ക് ആവശ്യമായ നല്ല ഭക്ഷണവും മികച്ച താമസ സൗകര്യവും വൈദ്യസഹായവും ഉറപ്പാക്കുക, അവരുടെ ജീവനോപാധിയായ കന്നുകാലികളെ സംരക്ഷിക്കുക തുടങ്ങി എല്ലാ കാര്യങ്ങളും കൃത്യമായ പ്ലാനിങ്ങോടെയാണ് സർക്കാർ നിർവഹിച്ചത്. ജനങ്ങളുടെ സുരക്ഷയാണ് സർക്കാരിന്റെ പ്രഥമ പരിഗണന എന്ന മുദ്രാവാക്യം വെറുമൊരു വാക്കിൽ ഒതുങ്ങുന്നതല്ല എന്ന് ഈ നടപടിയിലൂടെ വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾ നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയെ തങ്ങളുടെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ നെഞ്ചിലേറ്റുന്നത്. ഭാരതത്തിന്റെ മിസൈൽ സാങ്കേതിക വിദ്യയുടെ ചരിത്രത്തിൽ സുവർണ അക്ഷരങ്ങളാൽ എഴുതപ്പെട്ട ഒന്നാണ് അഗ്നി മിസൈൽ പരമ്പരകൾ. ഭാരതത്തിന്റെ മിസൈൽമാൻ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ദീർഘവീക്ഷണത്തിൽ നിന്നും പിറവിയെടുത്ത അഗ്നി പരമ്പരകൾ ഇന്ന് അതിന്റെ 6ാമത്തെ പതിപ്പിൽ എത്തി നിൽക്കുമ്പോൾ ലോകരാജ്യങ്ങൾ അത്ഭുതത്തോടെയും ഭയത്തോടെയുമാണ് ഭാരതത്തെ നോക്കുന്നത്. ഇപ്പോൾ പരീക്ഷണത്തിനൊരുങ്ങുന്ന അഗ്നി-6 മുൻപുള്ളവയിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തവും അതീവ മാരകവുമാണ്. ശത്രു രാജ്യങ്ങൾക്ക് ഭാരതത്തിന് നേരെ വിരൽ ചൂണ്ടാൻ പോലും ഭയം തോന്നുന്ന രീതിയിലുള്ള സവിശേഷതകളാണ് ഈ മിസൈലിനുള്ളത്. അഗ്നി-6 മിസൈലിന്റെ ഏറ്റവും വലിയ സവിശേഷത അതിന്റെ അതിദൂര പരിധി തന്നെയാണ്. ഭാരതത്തിന്റെ മണ്ണിലിരുന്ന് തൊടുത്താൽ ലോകത്തിന്റെ ഏത് കോണിലുള്ള ശത്രു കേന്ദ്രത്തെ നിമിഷ നേരം കൊണ്ട് ചാരമാക്കാൻ ഈ മിസൈലിന് സാധിക്കും. മുൻപ് നമ്മുടെ മിസൈലുകൾക്ക് ചില ഭൂമിശാസ്ത്രപരമായ പരിമിതികൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അഗ്നി-6ലൂടെ ആ പരിധികളെല്ലാം ഭാരതം മറികടന്നു കഴിഞ്ഞു. ചൈനയുടെ ആഴത്തിലുള്ള സൈനിക ആസ്ഥാനങ്ങളോ അല്ലെങ്കിൽ ഏഷ്യയ്ക്ക് പുറത്തുള്ള തന്ത്രപ്രധാന മേഖലകളോ ആകട്ടെ ഭാരതത്തിന്റെ ഈ അസ്ത്രത്തിന് മുന്നിൽ ഒന്നുപോലും സുരക്ഷിതമല്ല. ഇത് വെറും ഒരു പ്രതിരോധ ആയുധമല്ല, ഭാരതത്തെ ആക്രമിക്കാൻ മുതിർന്ന ഏതൊരു ശക്തിക്ക് നൽകുന്ന അവസാനത്തെ താക്കീത് കൂടിയാണ്. അഗ്നി-6 വെറും ഒരു സാധാരണ മിസൈലല്ല, ഇത് ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യസ്ഥാനങ്ങളെ ആക്രമിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയോടെയാണ് വികസിപ്പിച്ചിരിക്കുന്നത്. അതായത് ഒരു മിസൈൽ വിക്ഷേപിച്ചാൽ അത് അന്തരീക്ഷത്തിൽ വെച്ച് പല ഭാഗങ്ങളായി പിരിഞ്ഞ് ഒരേ സമയം ശത്രുവിന്റെ 10 വ്യത്യസ്ത നഗരങ്ങളെയോ സൈനിക താവളങ്ങളെയോ തകർത്ത് തരിപ്പണമാക്കും. ശത്രുക്കളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇതിനെ തടയാൻ കഴിയില്ല എന്നത് ഇതിന്റെ മാറ്റുകൂട്ടുന്നു. ലക്ഷ്യസ്ഥാനം എത്ര ദൂരെയാണെങ്കിലും കൃത്യം 1 മീറ്ററിന്റെ പോലും വ്യത്യാസമില്ലാതെ ലക്ഷ്യം ഭേദിക്കാനുള്ള പിൻ പോയിന്റ് അക്യുറസി ഈ അഗ്നി-6നുണ്ട്. വിശ്വസനീയതയുടെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച മിസൈലുകളോട് കിടപിടിക്കുന്നതാണ് ഈ അത്ഭുതം. നമ്മുടെ ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനവും അവർക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളുമാണ് ഈ വിജയത്തിന് പിന്നിൽ. ഭാരതത്തിന്റെ പ്രതിരോധ മേഖല ഇന്ന് കാണുന്ന വളർച്ചയിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ മുൻപുണ്ടായിരുന്ന UPA സർക്കാരിന്റെ കാലത്തെയും ഇന്നത്തെ BJP നയിക്കുന്ന NDA സർക്കാരിന്റെ കാലത്തെയും പ്രതിരോധ നയങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യേണ്ടതുണ്ട്. മുൻപ് രാജ്യം ഭരിച്ച കോൺഗ്രസ് സർക്കാരുകൾ രാജ്യത്തിന്റെ പ്രതിരോധത്തെക്കാൾ പ്രാധാന്യം നൽകിയത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യാൻ കിട്ടുന്ന കോടിക്കണക്കിന് രൂപയുടെ കമ്മീഷനുകൾ മാത്രമായിരുന്നു. ബൊഫോഴ്സ് മുതൽ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് വരെയുള്ള അഴിമതി കഥകൾ ഭാരതീയർ മറന്നിട്ടില്ല. ഒരു കാലത്ത് നമ്മുടെ സൈനികർക്ക് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളോ നല്ല ബൂട്ടുകളോ അത്യാധുനിക തോക്കുകളോ നൽകാൻ പോലും പണമില്ലെന്ന് പറഞ്ഞവരാണ് കോൺഗ്രസുകാർ.
അഴിമതിയിൽ മുങ്ങിത്താഴ്ന്ന UPA ഭരണകാലത്ത് പ്രതിരോധ ഫയലുകൾ വർഷങ്ങളോളം കുടുങ്ങിക്കിടന്നു. ശത്രുക്കൾ അതിർത്തിയിൽ വെല്ലുവിളിച്ചപ്പോൾ തിരിച്ചടിക്കാൻ ഡൽഹിയിൽ നിന്നുള്ള ഉത്തരവിനായി നമ്മുടെ സൈന്യത്തിന് ദിവസങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നു. എന്നാൽ 2014 നരേന്ദ്രമോദിജി അധികാരത്തിൽ വന്നതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. അഴിമതിയുടെയും കമ്മീഷന്റെയും ഇടനിലക്കാരെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പടിക്ക് പുറത്താക്കി റഫാൽ യുദ്ധവിമാനങ്ങൾ പോലുള്ള അത്യാധുനിക ആയുധങ്ങൾ നേരിട്ട് ഗവൺമെന്റ് ടു ഗവൺമെന്റ് കരാറുകൾ വഴി ഇന്ത്യയിലേക്ക് എത്തിച്ചു. അതിർത്തിയിൽ പാകിസ്ഥാനോ ചൈനയോ എന്തെങ്കിലും അനാവശ്യ നീക്കം നടത്തിയാൽ ഡൽഹിയിൽ നിന്ന് അനുവാദം ചോദിക്കാതെ തന്നെ ശത്രുവിന്റെ നെഞ്ചിലേക്ക് വെടിയുതിർക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമാണ് മോദി സർക്കാർ ഇന്ത്യൻ സൈന്യത്തിന് നൽകിയത്. ഇതിന്റെ ഫലമായിരുന്നു ഉറി ആക്രമണത്തിന് ശേഷം നമ്മൾ നടത്തിയ സജ്ജിക സ്ട്രൈക്കും പുൽവാമയ്ക്ക് ശേഷം നടത്തിയ ബാലാക്കോട്ട് വ്യോമാക്രമണവും. ശത്രുവിന്റെ മണ്ണിൽ കയറി അവനെ തകർക്കാനുള്ള കെൽപ്പിന്ന് ഭാരതത്തിനുണ്ടെങ്കിൽ അതിന് പിന്നിൽ BJP സർക്കാരിന്റെ ഉറച്ച തീരുമാനങ്ങളാണ്. UPA ഭരണകാലത്ത് പ്രതിരോധ മന്ത്രിയായിരുന്ന AK ആന്റണി പാർലമെന്റിൽ പറഞ്ഞത് അതിർത്തികളിൽ റോഡുകളും അടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിക്കാതിരിക്കുന്നത് ശത്രുക്കൾ ഇന്ത്യയിലേക്ക് കടന്നു കയറാതിരിക്കാൻ നല്ലതാണ് എന്നായിരുന്നു. എത്ര ദയനീയവും ലജ്ജാകരവുമായ നിലപാടായിരുന്നു അത്. എന്നാൽ ഇന്ന് മോദി സർക്കാർ അതിർത്തികളിൽ അത്യാധുനിക റോഡുകളും ടണലുകളും നിർമ്മിച്ച് സൈന്യത്തിന് മിനിറ്റുകൾക്കകം അതിർത്തിയിലെത്താനുള്ള സൗകര്യമൊരുക്കി. ചൈനയോട് കണ്ണിൽ നോക്കി സംസാരിക്കാനുള്ള ആർജം ഇന്ന് ഭാരതത്തിനുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആത്മനിർഭർ ഭാരതം എന്ന ആഹ്വാനം രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയുടെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ചു. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ടാങ്കുകൾ, യുദ്ധവിമാനങ്ങൾ, യുദ്ധക്കപ്പലുകൾ, മിസൈലുകൾ എന്നിവയെല്ലാം ഭാരതത്തിൽ തന്നെ നമ്മുടെ തദ്ദേശീയ സാങ്കേതിക വിദ്യയിൽ നിർമ്മിക്കുന്നവയാണ്. ഭാരതം ഇന്ന് ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യം മാത്രമല്ല, മറിച്ച് ഫിലിപ്പീൻസ്, വിയറ്റ്നാം, അർമേനിയ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ ബ്രഹ്മോസ് മിസൈലുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യവുമാണ്. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തിന് വലിയൊരു ഊർജ്ജമാണ് നൽകുന്നത്. 2047 ഭാരതത്തെ ലോകത്തിലെ ഏറ്റവും വലിയ വികസിത രാജ്യമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ്പാണ് അഗ്നി 6 പോലുള്ള പരീക്ഷണങ്ങൾ. ശക്തമായ ഒരു പ്രതിരോധ സംവിധാനമില്ലാതെ ഒരു രാജ്യത്തിനും സാമ്പത്തികമായി വളരാനോ തങ്ങളുടെ സമ്പത്ത് സംരക്ഷിക്കാനോ കഴിയില്ല എന്ന് BJP സർക്കാർ വ്യക്തമായി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രതിരോധ ബജറ്റിൽ വൻതോതിലുള്ള വർധനവ് വരുത്താൻ സർക്കാർ തയ്യാറായത്. നമ്മുടെ മണ്ണിൽ, നമ്മുടെ സ്വന്തം കാശിൽ നമ്മുടെ ശാസ്ത്രജ്ഞർ നിർമ്മിച്ച ആയുധങ്ങൾ കൊണ്ട് ഭാരതാംബയെ സംരക്ഷിക്കുന്നതിനേക്കാൾ വലിയൊരു അഭിമാനം വേറെ എന്താണുള്ളത്? അഗ്നി 6 മിസൈൽ പരീക്ഷണം വിജയകരമാകുന്നതോടെ ലോകത്തിലെ വൻ ശക്തികളുടെ പട്ടികയിൽ ഭാരതത്തിന്റെ സ്ഥാനം ഒന്നുകൂടി ഉറപ്പിക്കപ്പെടും. അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയവരിൽ എണ്ണാവുന്ന രാജ്യങ്ങൾക്ക് മാത്രം അവകാശപ്പെടാനുള്ള ICBM സാങ്കേതിക വിദ്യ ഇന്ന് ഭാരതത്തിന്റെ സ്വന്തമായി മാറുകയാണ്. ഇത് ആഗോളതലത്തിൽ ഭാരതത്തിന്റെ നയതന്ത്ര സ്വാധീനം വർദ്ധിപ്പിക്കും. പഴയ പോലെ ഭാരതത്തെ ഭീഷണിപ്പെടുത്താമെന്നും അതിർത്തികളിൽ കണ്ണുവെക്കാമെന്നും ആരും ഇനി വിചാരിക്കേണ്ട. ചൈനയുടെയും പാകിസ്ഥാന്റെയും വിനാശകരമായ അച്ചുതണ്ടുകൾക്ക് ഇതൊരു കനത്ത താക്കീത് കൂടിയാണ്. ഭാരതത്തിന്റെ അതിർത്തിയിലേക്ക് കണ്ണുവെക്കുന്ന ശത്രുക്കളുടെ കണ്ണ് പിഴുതെടുക്കാൻ തക്കവണ്ണം ശക്തമാണ് ഇന്നത്തെ ഇന്ത്യൻ സൈന്യവും നമ്മുടെ മിസൈൽ സംവിധാനങ്ങളും. വസുദൈവ കുടുംബകം എന്ന് നമ്മൾ പ്രഖ്യാപിക്കുമ്പോഴും സമാധാനം നിലനിർത്തണമെങ്കിൽ നമ്മൾ ശക്തരായിരിക്കണമെന്ന ചാണക്യതന്ത്രം തന്നെയാണ് നമ്മുടെ രാജ്യം ഇന്ന് പിന്തുടരുന്നത്. ദുർബലന്റെ സമാധാന ആഹ്വാനങ്ങൾ ലോകം കേൾക്കില്ലെന്നും ശക്തന്റെ വാക്കുകൾ മാത്രമേ ലോകം മാനിക്കൂ എന്നും നമുക്കറിയാം. അതുകൊണ്ട് ഭാരതത്തെ ഏറ്റവും ശക്തനാക്കുക എന്നതാണ് ഓരോ ദേശസ്നേഹിയുടെയും ലക്ഷ്യം. ഒരു BJP പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു യഥാർത്ഥ ദേശസ്നേഹി എന്ന നിലയിൽ ഈ മിസൈൽ പരീക്ഷണത്തെയും അതിനോട് സംബന്ധിച്ച നടപടികളെയും നമ്മൾ എങ്ങനെ സാധാരണക്കാരിലേക്ക് എത്തിക്കണമെന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രതിരോധ രംഗത്തെ ദേശീയ സുരക്ഷയ്ക്കും ജനക്ഷേമത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന മോദി സർക്കാരിന്റെ ഈ ചരിത്രപരമായ നീക്കത്തിന് ഭാരതത്തിലെ ഓരോ ദേശസ്നേഹിയുടെയും 100% പിന്തുണയും ഉണ്ടാകണം. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. തുടർന്ന് വരുന്ന വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.